നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ഓഡിറ്റ് നടക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ വർഷവും നടത്തപ്പെടേണ്ട പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ, ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളിൽ പുതിയ മാറ്റങ്ങൾ വന്നാൽ ഉടൻ തന്നെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എല്ലാ വർഷവും നൽകേണ്ട ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. ഈ വർഷത്തെ മസ്റ്ററിങ് നടപടികൾ തുടങ്ങുകയാണ്. അതിനുമുമ്പായി തന്നെ എല്ലാ ആളുകളും നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. കഴിഞ്ഞ വർഷം പകുതിയിൽ പേർ ആർക്കും ആദ്യം ബുദ്ധിമുട്ടായിരുന്നത് ആധാർ കാർഡിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. നിർബന്ധമായിട്ടും ആധാർ കാർഡിലെ പ്രശ്നങ്ങൾ തീർക്കുക, ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ പോർട്ടലിൽ നമ്മുടെ പേരും ആധാർ കാർഡിലുള്ള പേരും ഒന്നാണെന്ന് ഉറപ്പുവരുത്തുക. അല്ലാത്ത ആളുകൾ അതാത് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയോ ചെന്ന് പേര് തിരുത്താനുള്ള അപേക്ഷ കൊടുക്കുക. ആധാറിലെ ഫോട്ടോ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ആധാറിലെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ലിങ്ക് ചെയ്ത് ക്ലിയറാക്കി വെക്കുക. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ചെയ്തതുപോലെ തന്നെ അക്ഷയ കേന്ദ്രം ഉണ്ടാവും. പക്ഷേ അതിന് ശേഷം മൊബൈൽ ആപ്ലിക്കേഷൻ വഴി വരാനും സാധ്യത കാണുന്നുണ്ട്. നമ്മൾ റേഷൻ കാർഡ് മസ്റ്ററിങ് ചെയ്ത സമയത്ത് നമ്മളൊരു ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരുന്നു. അതുപോലെ ഒരു ആപ്ലിക്കേഷൻ വഴിയും നമുക്ക് എളുപ്പം മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. പക്ഷേ അതിന് നമ്മുടെ ആധാർ കാർഡ് പക്കാ ക്ലിയറായി കൊണ്ട് നടക്കേണ്ടി വരും. നമ്മുടെ ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ, ഫോട്ടോ, അഡ്രസ്സ് എല്ലാം ക്ലിയർ ആയിരിക്കണം, പേര് എല്ലാം ക്ലിയർ ആയിരിക്കണം. എങ്കിൽ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ ചെല്ലാതെ തന്നെ നമുക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തായിട്ടില്ല. വരും ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അതിനുമുമ്പായി തന്നെ നമ്മുടെ ആധാർ കാർഡിൽ എല്ലാ തെറ്റുകളും തിരുത്തി വെക്കുക. മാർച്ച് മാസം കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരിക്കും ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കാൻ. ഇപ്പോൾ തന്നെ ആധാർ കാർഡിലെ പേര് തിരുത്താനായാലും ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താനായാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ ആളുകൾ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആധാർ കാർഡിലെ എല്ലാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനും സാധിക്കും. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയുകയാണ്. 5-10 വയസ്സിൻ്റെ എടുത്ത ആധാർ കാർഡാണെങ്കിൽ കുട്ടികളുടെ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. കുട്ടികളുടെ സ്കൂൾ സംബന്ധമായിട്ടുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ആധാർ കാർഡിൻ്റെ ഈ അപ്ഡേഷൻ നിർബന്ധമായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷൻ ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശം അനുസരിച്ച് ഒരുപാട് ആളുകൾ അനധികൃതമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റുന്നത്. 2000 സ്ക്വയർ ഫീറ്റിന് മേലെ വീടുണ്ടാവുക, 1 ഏക്കറിന് മേലെ ഭൂമി ഉണ്ടാവുക, കുടുംബത്തിലെ ആർക്കെങ്കിലും സ്വന്തമായി വാഹനം ഉണ്ടാവുക, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും പെൻഷൻ ഒരുപാട് ആളുകൾ അനധികൃതമായിട്ടാണ് കൈപ്പറ്റുന്നതാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അവരെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ്. ഇതിൽ സർക്കാർ സർവീസിൽ ജോലിയുള്ള ആളുകൾ ഒരുപാട് ആളുകൾ ഈ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട്. അവർ 2 പെൻഷനും കൈപ്പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ കൈപ്പറ്റി കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് പെൻഷൻ തടയുന്നതോടൊപ്പം തന്നെ ഇത്രയും കാലം വാങ്ങിയ പെൻഷൻ കൂടി തിരിച്ചടക്കേണ്ടി വരും. അതുപോലെ തന്നെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നമ്മൾ കൈപ്പറ്റുന്ന പെൻഷൻ നമ്മൾ അർഹതയുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടില്ല. ഏതായാലും ഈ മാസം അവസാനത്തോടു കൂടി തന്നെ മാർച്ച് മാസത്തെ പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.